വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ നെക്സ്റ്റ് ടോപ്പിക് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലൈൻ ഇൻ്റഗ്രൽ ഇൻ പ്ലെയിൻ ആയിരുന്നു. ഇനി നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ് ആണ് പറയുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ് ലൈൻ ഇൻ്റഗ്രൽ ഇൻ പ്ലെയിനിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കോർഡിനേറ്റും കൂടെ അധികം വരുന്നു, സ്പേസിലെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സെയിം പോലെ തന്നെയാണ് ഇക്വേഷൻസ് ഒക്കെ. അപ്പോൾ ആ എക്സ് ആക്സിസ് സെഡ് ആക്സിസും കൂടെ വരുമ്പോൾ അതിനുള്ള ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. Line integrals of a function g of x y z of 3 variable along a curve C in space are defined in a similar way to line integrals in the plane. Plane ഉള്ള പോലെ തന്നെയാണ് നമ്മൾ സ്പേസിലെയും ലൈൻ ഇൻ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Let C be a smooth curve in 3 space defined by the parametric equation x equal to f of t, y equal to g of t, z equal to h of t, a less than or equal to t less than or equal to b. The line integrals of g along C with respect to x, y, z and s ആണ് കേട്ടോ. And s are evaluated by using ഈ ഫോർമുലാസ് ആണ് ഞാൻ പറയാം. അതായത് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് വന്നിട്ടുണ്ട് സ്പേസിൽ. അതിനൊരു പാരാമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. എക്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഫ് ഓഫ് ടി, വൈയുടേത് ജി ഓഫ് ടി, സെഡിൻ്റെത് എച്ച് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിയുടെ ലൈൻ ഇൻ്റഗ്രൽ എലോങ് ദ പാത്ത് സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ, സെഡ് ആൻഡ് സി. എക്സിലും വൈയിലും സെഡിലും അതുപോലെ തന്നെ എസ് ആർക്ക് ലെങ്ത്തിലും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി, എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി വൈയിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി, പിന്നെ വൈയുടെ ജി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി ഡി ടി. ഇൻ്റഗ്രൽ ഓവർ ഇവിടെ നമ്മൾ പുതിയതായിട്ട് സെഡ് എന്ന് പറയുന്ന വേരിയബിളും കൂടെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ടി ഡി ടി. പിന്നെ നമുക്ക് ഡി എസ് അതായത് ആർക്ക് ലെങ്ത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് 3 വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആർക്ക് ലെങ്ത് ഡി എസ് അതായത് ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 3 വരുന്നില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഡി എസിൻ്റെ എക്സ്പ്രഷൻ ആണ് കേട്ടോ ഇത്. ഇൻ്റഗ്രൽ ഓഫ് എന്താ എഴുതി ഞാൻ ഡി എസ് തന്നെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തും കൂടെ വരുന്നുണ്ട്, ഒരു സെഡ് എന്ന് പറയുന്ന വേരിയബിളും കൂടെ വരും. അതിൻ്റെ ഒരു ഡിഫറൻസ് വരും ഇക്വേഷൻസിലൊക്കെ. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ലെറ്റ് സി ഡിനോട്ട് ദ കർവ് ഡിഫൈൻഡ് ബൈ എക്സ് ഈക്വൽ ടു 1/3 ടി ക്യൂബ്, വൈ ഈക്വൽ ടു ടി സ്ക്വയർ, സെഡ് ഈക്വൽ ടു 2t, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Evaluate the following line integrals. First one, integral over c 4xyz dx, integral over c 4xyz dy, integral over c 4xyz dz, integral over c 4xyz ds. ഓക്കെ, നമുക്ക് ഓരോന്നുമായിട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. സൊല്യൂഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? 4xyz. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ്, നമ്മൾ എക്സ് ആണ് നമ്മളുടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 1/3 ടി ക്യൂബ്, 1/3 ടി ക്യൂബ്. ദെൻ ജി ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. വൈയുടെ പാരാമെട്രിക് എക്സ്പ്രഷൻ എന്താണ്? ടി സ്ക്വയർ. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എച്ച് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ്. സെഡിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുള്ളത് 2t. ഇവിടെ വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ടി ലെസ് ദാൻ ഓർ 1 ആണ്. അതുകൊണ്ട് എ ഈക്വൽ ടു 0 എന്നും ബി ഈക്വൽ ടു 1 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ പറയാം. അതായത് നമ്മളോട് ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓവർ സി 4xyz dx, 4xyz dx. ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? എക്സ്, വൈ, സെഡ് ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ നമ്മളെ കയ്യിലുണ്ട്. ഡി എക്സ് എന്താണെന്ന് കൂടി ജസ്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡി എക്സ് എന്താണെന്ന് പറഞ്ഞേ. ഡി എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. സോറി, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി കേട്ടോ. 1/3 ഇൻറ്റു 3t സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് വരും.
അപ്പോൾ ബാക്കിയെല്ലാം ആയില്ലേ, നമുക്കെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇൻ്റഗ്രൽ ഓവർ സി നമുക്ക് ശരിക്കും ഇങ്ങനെയായിരുന്നു നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഇൻ്റഗ്രൽ ഓവർ സി ജസ്റ്റ് എഴുതുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകണ്ട. ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി ജി ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 0 to 1. ഇനി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് വൈ സെഡ്, അതായത് 4xyz ഇൻ ടേംസ് ഓഫ് ടിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നും എഴുതാം. 4 × xyz ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 4xyz അല്ലേ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ 1/3 × t ക്യൂബ് 1/3 × t ക്യൂബ് ഇൻറ്റു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t സ്ക്വയർ, z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t. അപ്പോൾ t സ്ക്വയർ ഇൻറ്റു 2t. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, t സ്ക്വയർ ആണ് ഡി ടി. ഇവിടെ t സ്ക്വയർ ഡി ടി എന്നുണ്ട് കേട്ടോ, മറന്നു പോയതാണ് ഇടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ആൻസർ? വിച്ച് ഈസ് ഈക്വൽ ടു 8/3 ഇൻ്റഗ്രൽ 0 to 1, ഇവിടെ t ക്യൂബ് പിന്നെ 4 1/3 t ക്യൂബ് 2 + 2 4 4 + 3 7 7 + 1 8 അല്ലേ, t⁸8 dt എന്ന് വരും. ഇങ്ങനെ ചെറുത് ചെയ്യുന്നതിൽ വളരെ അധികം ബാക്ക്ലോട്ടാണ്. t⁸8ൻ്റെ ഇൻ്റഗ്രേഷൻ t⁹9/9 up to 0 to 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 8/3 × 1/9 - 0 അല്ലേ. അപ്പോൾ നമുക്ക് 8/27 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി 4xyz dx കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഓവർ സി 4xyz dy കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് എന്താണെന്ന് അറിയാം. നമുക്ക് എക്സ് ഈക്വൽ ടു, ഞാൻ നേരിട്ട് എഴുതാണ്, എഫ് ഓഫ് ടി ഒന്നും കൊടുക്കാതെ, നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എക്സ് ഈക്വൽ ടു 1/3 t ക്യൂബ്, y ഈക്വൽ ടു t സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു 2t. അതുപോലെ തന്നെ 0 ≤ t ≤ 1. നമ്മൾ ഇതിനെല്ലാം ടിയിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ആവശ്യം നമുക്ക് dy ആണ്. dy എന്ന് പറഞ്ഞാൽ 2t dt ആണ് വരിക. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻ്റഗ്രൽ ഓവർ സി 4xyz dy വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 1 4 × 1/3 t ക്യൂബ്, y എന്ന് പറഞ്ഞാൽ t സ്ക്വയർ, z എന്ന് പറഞ്ഞാൽ 2t, dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t dt. ഓക്കെ, നമുക്ക് എന്താ ആൻസർ കിട്ടുക? 4 × 2 8/3 ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 to 1, ഇവിടെ t ക്യൂബ്, ഇവിടെ 2 + 3 5 + 1 6 + 1 7 t⁸7 dt എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3 × t⁸4 × 2 × 2 ഉണ്ടല്ലേ. അപ്പോൾ 8 × 2 കൂടെ അല്ലേ 16 വരും. സോറി, 16/3 × ഇൻ്റഗ്രൽ 0 to 1 t⁸7 dt. That is which is equal to 16/3 × t⁸8/8 0 to 1. അപ്പോൾ നമുക്ക് ഈ 8ഉം 16ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ 2/3 വരും. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താ 6 ഫുൾ ഔട്ട് ഓഫ് ഓർഡർ ആണല്ലോ. 2/3 × 1 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ സി മൂന്നാമത്തത് 4xyz dz. ഓക്കെ, നമ്മളൊന്നും കൂടെ എഴുതാം. എക്സും വൈയും സെഡൊക്കെ എന്താണെന്നുള്ളത്. എക്സ് ഈക്വൽ ടു 1/3 t ക്യൂബ് ആൻഡ് y ഈക്വൽ ടു t സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു 2t. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? dz കൂടെ വേണം അല്ലേ. dz ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ സി 4xyz dz ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 1 4 × 1/3 t ക്യൂബ് t സ്ക്വയർ 2t ഇൻറ്റു 2 dz അല്ല dt വരും കേട്ടോ, 2 dt. ഇവിടെ നമുക്ക് 4 × 2 8 × 2 16 16/3 ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ നമുക്ക് 3 + 2 5 + 1
6 വരും അല്ലേ. അപ്പോൾ ടി റേസ് ടു 6 അല്ലേ ഉള്ളൂ. ടി റേസ് ടു 6 dt ദാറ്റ് ഈസ് ഈക്വൽ ടു 16/3 ഇൻറ്റു ടി റേസ് ടു 7/7 0 to 1 വാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇസ് ഈക്വൽ ടു 16/21 1 - 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16/21. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളത് ഇൻറ്റഗ്രൽ ഓവർ സി 4xy z ds. ഓക്കെ, 4xy z ds. അപ്പം നമുക്ക് x ഈക്വൽ ടു 1/3 t ക്യൂബ്, y ഈക്വൽ ടു t സ്ക്വയർ ആൻഡ് z ഈക്വൽ ടു 2t. നമുക്ക് എന്താ ഡി എസ് കണ്ടുപിടിക്കണം. ഡി എസ് കണ്ടുപിടിക്കാൻ ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കൽ? നമുക്കറിയാം, ഇങ്ങനെയായിരുന്നു. f dash of t the whole square plus g dash of t the whole square plus h dash of t the whole square dt. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് f dash of t ഇതിൻ്റെ കണ്ടുപിടിച്ച് നോക്കാം. ദിസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് f dash of t എന്ന് പറഞ്ഞാൽ t ക്യൂബ് ബൈ 3, അതായത് t സ്ക്വയർ വരും. t സ്ക്വയർ the whole square plus g dash of t എന്ന് പറഞ്ഞാൽ 2t the whole square അല്ലേ. 2t the whole square എന്ന് പറഞ്ഞാൽ 4t സ്ക്വയർ പ്ലസ് ഇവിടെ 2 സ്ക്വയർ, അപ്പോൾ 4 വരും dt. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ടി റേസ് ടു 4 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 4 dt ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെയാണ് എഴുതാം? ഇതിപ്പം ഇതിലിങ്ങനെ എഴുതിക്കൂടെ? ഇതിൽ തന്നെ നോക്കുക നിങ്ങൾ. ടി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലല്ലേ. നമുക്ക് ടി സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 അല്ല 2. ടി സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, ടി സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡി ടി എന്നുണ്ട്, ഇവിടെയും ഡി ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി 4xy z ds ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി അല്ല 0 to 1 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ 3, വൈ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t. ഡി എസിന് ഫോം ടി സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ ടി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി ടി. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ഇൻ്റഗ്രൽ ഓവർ 0 to 1 ഇവിടെ 4 ഇൻറ്റു 2 8/3 ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ ക്യൂബ് 3 5 6, അപ്പം ടി റേസ് ടു 6 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 2 ഡി ടി. നമുക്കൊന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 8/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ടി റേസ് ടു 8 പ്ലസ് 2 ടി റേസ് ടു 6 ഡി ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 8/3 ഇൻറ്റു ടി റേസ് ടു 9/9 പ്ലസ് 2 ഇൻറ്റു ടി റേസ് ടു 7/7 എന്ത് കിട്ടും? 0 to 1. അപ്പോൾ നമുക്ക് 8/3 ഇൻറ്റു 1/9 പ്ലസ് 2/7, ബാക്കിയുള്ളതെല്ലാം 0 ആയിപ്പോയില്ലേ. നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 8/3 ഇൻറ്റു ഇവിടെ ഇപ്പം 7 പ്ലസ് 18 23. ദിസ് ഈസ് ഈക്വൽ ടു 25 into 8 that is 200 divided by 63 into 3 189. This is the answer. ഇതാണ് ആൻസർ. ഒത്തിരി സമയം എടുത്തു അല്ലേ ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ചെയ്താൽ മതി. ഇത് ഈസി അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഒരു 2-3 പ്രോബ്ലം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്ത ഒത്തിരി വീഡിയോസിൻ്റെ ലെങ്ത് ആയി പോകും. അപ്പോൾ നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.